ഇത് കണ്ടു ഫ്രണ്ട്സ്, എൻ്റെ വീട്ടിൽ ഇന്ന് നെൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് നെൻഡ് ഉണ്ടാക്കാം. ഇത് നെൻഡ് നമ്മൾ മുറിച്ച് വൃത്തിയാക്കിയ ശേഷം ബാക്കി പരിപാടി തുടങ്ങാം കേട്ടോ. ഇതിൽ ചേർക്കാൻ പോകുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ മസാലയിൽ ഹൽദി, കൊറിയൻഡർ പൗഡർ, ചില്ലി പൗഡർ, ജീര പൗഡർ, കുരുമുളക് പൊടി. ഇത് വെട്ടിയ ശേഷം ഇതിലേക്ക് നമുക്ക് ചേർക്കാം ജിഞ്ചർ ഗാർലിക് ഓണിയൻ പേസ്റ്റ് ഉണ്ടാക്കിയ ശേഷം നമുക്ക് ഉള്ളി ചെറുതായിട്ട് മുറിക്കാം. ഇപ്പം നമ്മൾ ഉള്ളി മുറിച്ച് അതിലേക്ക് ഇത്തിരി കരിവേപ്പില ഇടാം. അതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചട്ടിയിൽ ഇത്തിരി എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് ഉള്ളിയിടാം. ഉള്ളി ഇത്തിരി ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആകാൻ തുടങ്ങി. നല്ല കളർ വന്നില്ല. ഇതേമാതിരി ചുമന്ന കളറായ ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇടാം. പേസ്റ്റ് നമുക്ക് നല്ലപോലെ ചൂടാക്കാം. ചൂടാക്കിയ ശേഷം നല്ലപോലെ ഇത്തിരി ഇളക്കാം. കണ്ടോ, എണ്ണ ഇത്തിരി വിടാൻ തുടങ്ങിയില്ല. ഫ്രൈ ആയാലും നല്ലപോലെ എണ്ണ ഇടങ്ങുള്ളൂ. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാല ഇടാം. ഇതിലേക്ക് നമുക്ക് മസാല ഇട്ട ശേഷം നല്ലപോലെ ഇത്തിരി കളർ വന്നവരെ വയ്ക്കാം. നല്ല കളർ വരാൻ തുടങ്ങി. വാവ്, നല്ല സുനേര കളർ വന്നു. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ച ഞണ്ട് അതിലേക്ക് പകർത്താം. മസാലയിലിടാം. നമുക്ക് എല്ലാം മിക്സാക്കാം. നല്ലപോലെ മിക്സായി. ഇതേമാതിരി മിക്സാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് ഇത്തിരി ശകലം വെള്ളം വീത്തി കൊടുക്കാം. എല്ലാം നല്ലപോലെ മിക്സാക്കിയ ശേഷം അതിലേക്ക് ശകലം കൂടെ വെള്ളം വയ്ക്കാം. നിങ്ങൾക്ക് എങ്ങനെ ആവശ്യം അതേമാതിരി വെള്ളം ഒഴിച്ചാൽ മതി. ചില ആൾക്കാർക്ക് വറ്റിച്ച് കഴിക്കാനാണ് ഇഷ്ടം, ചില ആൾക്കാർക്ക് ചാറാണ്. അതിൽ നമുക്ക് ഉപ്പിടാം. ആവശ്യം പോലെ എത്ര ആവശ്യം അത്ര ഉപ്പിടാം. ടേസ്റ്റ് മീറ്റിൻ്റെ കണക്കിൻ്റെ ലെവൽ. ഇത് നമ്മൾ മൂടി വെച്ച് ഇത്തിരി നേരം വേവിക്കാം. നല്ല കളർ, നല്ല മണം വരുന്നുണ്ട്. ശകലം നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മേലെ നമുക്ക് ഇത്തിരി കറിവേപ്പില ഇടാം. ശകലം തിളക്കട്ടെ.
നല്ല വെന്ത് കിട്ടിയപ്പോൾ നമുക്ക് വേറെ പാത്രത്തിൽ പകർത്തി വയ്ക്കാം. വരൂ, ഞണ്ട് കഴിക്കാൻ വരൂ. ഞണ്ട് റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്.